നമസ്കാരം. ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ വന്നിരിക്കുന്നത് നിങ്ങളോട് പ്രോമിസ് ചെയ്തിരിക്കുന്ന ഒരു ഗിഫ്റ്റ് അത് നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ടാണ്. ജസ്റ്റ് ഒരു ഗിഫ്റ്റ് തരുന്നതിന് പകരമായിട്ട് ഇത് നിങ്ങൾക്ക് ജീവിതത്തിൽ ഏറ്റവും നന്നായിട്ട് ഉപയോഗപ്പെടുത്താൻ സാധിക്കണം. അതായത് എൻ്റെ ഒരു വിഷനിൽ ഞാൻ പറയുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിലുള്ള കുട്ടികളാണെങ്കിൽ അവരെ വിജയിക്കുന്ന സമയത്ത് നല്ല ഹയർ സ്കോറുകൾ വാങ്ങുന്ന സമയത്ത് ഒരു ഡിസ്റ്റിങ്ഷനും റാങ്കും ഒക്കെ വാങ്ങുന്ന സമയത്ത് ചേർത്ത് പിടിക്കാൻ ഒത്തിരി ആളുകളുണ്ടാവും. പക്ഷെ ചിലപ്പോ ഒരു മാർക്കിന് തോറ്റുപോകാൻ അല്ലെങ്കിൽ പഠിക്കാൻ അത്ര മിടുക്കനല്ല എങ്കിൽ അതല്ലെങ്കിൽ വട്ടപൂജ്യം 0 മാർക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ എല്ലാവരും പരിഹസിക്കുന്നതിന് പകരം നിങ്ങളൊന്ന് കൂട്ടിപ്പിടിക്കാൻ ആ ഒരു അവസരം ഉപയോഗിച്ചിരുന്നെങ്കിൽ അതിനു വേണ്ടി നിങ്ങൾക്ക് ഈ ഒരു ബൊക്കെ ഉപയോഗിക്കാം. എന്തുകൊണ്ടെന്ന് വെച്ചാല് അവരെ പ്രോത്സാഹിപ്പിക്കാൻ മറ്റാരും ഉണ്ടാവില്ല. അവരെ ചേർത്ത് പിടിക്കേണ്ടത് നിങ്ങളാണ്. സോ ഈ ഒരു അവസരത്തിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു വട്ടപൂജ്യത്തിനോട് അതിന്റെ മുന്നിൽ മകനെ നിനക്ക് ഇത്രയും നമ്പറുകൾ ചേർക്കാനുള്ള അവസരം നിനക്കുണ്ട് എന്ന് പറഞ്ഞ് അവർക്കൊരു മുഖ്യ കൂടി കൊടുക്കുന്ന രീതിയിലൊക്കെ നിങ്ങൾക്ക് അവരെ വളർത്തിയെടുക്കാൻ സാധിക്കും. സോ ആ കുട്ടിയായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും വലിയ രീതിയിൽ മാറ്റാൻ സാധിക്കുക. കാരണം ഇത് ലോകത്ത് നടന്നൊരു സംഭവം തന്നെയാണ്. അതായത് അമേരിക്കൻ മുൻ പ്രസിഡന്റ് ബൈഡന്റെ ജീവിതത്തില് ആ കുട്ടിയെ സ്കൂളിൽ ചേർത്തപ്പോൾ സ്കൂളിലെ കുട്ടിക്ക് മനസ്സിലാവാഞ്ഞിട്ടും അതേപോലെ തന്നെ ഒരു ഇൻട്രോവേർട്ടായ കുട്ടിയായിരുന്നു, പിന്നെ വികൃതിയും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എന്താണ് ഈ കുട്ടിയെ ഉൾക്കൊള്ളാൻ സാധിക്കാത്ത രീതിയിൽ അവർ പ്രയാസപ്പെടുകയും ഒരു കത്തെഴുതി മകന്റെ അടുത്ത് കൊടുത്തേക്കാണ് അമ്മയുടെ കയ്യിലേക്ക്. അങ്ങനെ അമ്മയുടെ കയ്യിൽ കൊണ്ടുകൊടുത്ത ബൈഡൻ അമ്മ ഇത് കണ്ണീരോടെ വായിക്കുന്ന സമയത്ത് ബൈഡൻ ചോദിക്കാണ്, അമ്മ എന്തിനാണ് അമ്മ കരയുന്നത്? അമ്മ പറഞ്ഞു, ആ എന്തിനാണ് കരയുന്നത്? എന്നെ സംബന്ധിച്ച് എന്തെങ്കിലും എഴുതിയിട്ടുണ്ടായിരുന്നോ, അതുകൊണ്ടാണോ കരയുന്നത് എന്ന് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞില്ല മോനെ, ആ സ്കൂളിനെ ഈ എന്റെ ഇത്രയും വലിയ ചിന്താഗതിയുള്ള ഈ മോനെ അക്കോമഡേറ്റ് ചെയ്യാൻ മാത്രം ആ കോളേജ് ആ സ്കൂളിൽ വിശാലമല്ല എന്നും അമ്മയുടെ അടുത്ത് തന്നെയാണ് മോനെ പഠിപ്പിക്കേണ്ടതെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അമ്മയുടെ അടുത്തുനിന്ന് മോനിക്ക് ഇനിയും ഒരുപാട് അറിവുകൾ കിട്ടേണ്ടതുണ്ട്. അതിനുശേഷം നമുക്ക് നല്ലൊരു സ്കൂളിലേക്ക് പോകേണ്ടതുണ്ട് എന്നൊക്കെ പറഞ്ഞ് ആ കുട്ടിയെ ചേർത്ത് പിടിച്ചപ്പോൾ ആ കുട്ടിയാണ് പിന്നീട് അമേരിക്കൻ പ്രസിഡന്റായി മാറിയത്. സോ ഈ ഒരു ചേർത്ത് പിടിക്കൽ നമുക്ക് ആവശ്യമാണ്. അതിനുവേണ്ടി ഈ ഒരു ബൊക്കെ നമുക്ക് ഉപയോഗിക്കാം. വളരെ സിമ്പിൾ ആയിട്ട് വളരെ വീട്ടിലുള്ള മാത്രം മെറ്റീരിയലുകളൊക്കെ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇതുപോലെ ന്യൂസ് പേപ്പറിലോ അതല്ലെങ്കിൽ മറ്റേ കലണ്ടർ പേപ്പറിലോ മറ്റേതെങ്കിലും പേപ്പറിലൊക്കെ നിങ്ങൾക്ക് ഉപയോഗിച്ച് ഇത് നന്നായിട്ട് നിങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ സാധിക്കും. ഒരു സിംഗിൾ ഫ്ലവർ ആണെങ്കിലും അവരുടെ മനസ്സിലാകും ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമായിരുന്നു. ഇനി നമ്മൾ കുട്ടിയെ നല്ലൊരു മാർക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവരെയും നമുക്ക് പ്രോത്സാഹിപ്പിക്കാം. ഞാൻ പറഞ്ഞത് എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന രീതിയിലേക്ക് നമുക്ക് മാറാം. നമ്മുടെ സുഹൃത്തിനോ ബന്ധുവിനോ ആ ഒരു ആത്മബന്ധം കീപ്പ് ചെയ്യാൻ ആർക്കും വേണ്ടിയാണ് ഉപയോഗിക്കാം. ഇത് ഇവിടെ പൂക്കളെ ഇഷ്ടപ്പെടുന്ന ക്രിയേറ്റിവിറ്റി ഇഷ്ടപ്പെടുന്ന നിങ്ങൾക്ക് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ സാധിക്കും. ഇങ്ങനെ നമ്മൾക്ക് ജീവിതം എന്താണ് ഈ ക്രിയേറ്റിവിറ്റിയുടെ വിഷയത്തിൽ നമുക്ക് നന്നായിട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ മനോഹരമായിട്ടുള്ള ഒത്തിരി പ്രോഡക്റ്റുകൾ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. അതിന്റെ വലിയ സാധ്യതകൾ നമ്മുടെ മുന്നിലുണ്ട്. ഇതൊക്കെ ഉപയോഗപ്പെടുത്തി നമുക്ക് വിജയിക്കാൻ സാധിക്കുന്ന ഒരു അവസരം നമ്മുടെ മുന്നിലുണ്ട്. അത് വളരെ സിമ്പിൾ ആയിട്ടും വളരെ എന്താണ് എഫക്റ്റീവ് ആയിട്ടും ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള രീതിയിലും അതൊരു സിസ്റ്റം ഒക്കെ ഉപയോഗിച്ച് നിങ്ങൾ പഠിപ്പിക്കുക വളർത്തുക എന്നതാണ് എൻ്റെ ഉദ്ദേശം. സോ ഈ ഒരു സമ്മാനം നിങ്ങൾക്ക് സന്തോഷത്തോടു കൂടി സമർപ്പിക്കാം. താങ്ക് യു. നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി വളരെ സിമ്പിളായിട്ട് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു സ്റ്റാർട്ടിംഗ് ആണ് ഇവിടെ കാണിക്കുന്നത്. നമുക്ക് ഇപ്പം സിമ്പിളിൽ നിന്ന് വളരെ നല്ല രീതിയിലുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഓരോ കാര്യങ്ങൾ പഠിക്കണം. പക്ഷെ നമ്മൾ ബേസിക് സിമ്പിളായിട്ട് തന്നെ തുടങ്ങുകയും പഠിക്കുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് അതിലൊരു ബേസ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ അതിനായിട്ട് വളരെ സിമ്പിളായിട്ട് ഇത് തുടങ്ങാൻ വേണ്ടി നമുക്ക് ഏറ്റവും മിനിമൽ ടൂളുകൾ മിനിമൽ മെറ്റീരിയൽസ് ഉപയോഗിക്കാം. ആദ്യം നമുക്ക് വേണ്ടത് ആയിട്ടുള്ള ഒരു പേപ്പറാണ്. ആ പേപ്പർ ഇതിന് പറയുന്ന പേര് ബൊക്കെ കവർ എന്നാണ്. അതിൻ്റെ ഒരു സൈസ് വരുന്നത് ഇഞ്ചിലാണെങ്കിൽ 22 ഇഞ്ചും സെൻറ്റിമീറ്റർ ആണെങ്കിൽ 56.5 അഥവാ 56.5 സെൻറ്റിമീറ്ററാണ് അതിൻ്റെ വിടുത്ത് വരുന്നത്. ഇതൊരു റെഡിമെയ്ഡ് മെറ്റീരിയലാണ്. അതുകൊണ്ട് തന്നെ ഇത് എന്താണ് ഇതിനൊരു സ്റ്റാൻഡേർഡ് സൈസ് അതിൻ്റെ വിടുത്തും ലെങ്ത്തും ഒക്കെ ഒരേ സെയിമിലാണ് വരുന്നത്. ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ചില പേപ്പറുകൾക്ക് ചില കമ്പനികൾക്കും ഉണ്ടാവും, വളരെ നേരിയ വ്യത്യാസം മാത്രം. അപ്പോൾ പിന്നെ നമുക്ക് അതിനാവശ്യം ആയിട്ടുള്ളത് പൂക്കളാണ്. ഇപ്പം നമ്മൾ സിമ്പിളായിട്ട് സ്റ്റാർട്ട് ചെയ്യാന്നുള്ളതുകൊണ്ട് ജസ്റ്റ് ഒരു ബഞ്ച് ഫ്ലവർ, ഒരു റോ ആയിട്ടുള്ള ഒരു ബഞ്ച് ഫ്ലവർ നമ്മൾ വാങ്ങി. പിന്നെ നമുക്ക് ഒരു റിബണ് ആവശ്യമാണ്. ആ റിബണ് നമ്മൾ നേരത്തെ കരുതിയിരിക്കുക ആവശ്യമുള്ള റിബണ്. പിന്നെ നമുക്ക് ഒരു സ്കോച്ച് ടേപ്പ് ഇത് ടൈറ്റ് ചെയ്യാൻ ആവശ്യമുള്ള, ഇപ്പോൾ തുടക്കക്കാരാണല്ലോ അപ്പോൾ ഒരു ടേപ്പ് ആവശ്യമാണ്. പിന്നെ ഒരു സിസർ ഇത് കട്ട് ചെയ്യാം
ഇപ്പോൾ ഇത്ര വളരെ സിമ്പിളായിട്ടുള്ള, ഇപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന ഒരു പേപ്പർ, ഒരു ഫ്ലവർ, ഒരു ടേപ്പ്, അതേപോലെ ഒരു സീസർ, ഇത്രയും കാര്യം ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു എന്താണ് നമ്മുടെ ക്രിയേറ്റിവിറ്റി സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും. ഇതിനായിട്ട് നമ്മൾ ഈ ഫ്ലവർ ഒന്ന് നമ്മൾ പേപ്പറിൽ വെക്കുക. എന്നിട്ട് നമ്മൾ പേപ്പറിൽ നമ്മളിപ്പോൾ എന്താണ് നമ്മളൊരു സ്മോൾ ഗ്രീറ്റിംഗ് ബൊക്കെയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഈ ഒരു ബഞ്ച് ഫ്ലവർ ഉപയോഗിച്ച്. അപ്പോൾ ആ പേപ്പർ നിങ്ങൾ വെച്ചിരിക്കുന്ന കാണുന്നില്ലേ, ഒരു കോർണർ സൈഡിലേക്കായിട്ട് നമ്മൾ ഫ്ലവർ വെച്ച് കൊടുക്കുന്നു. അതിൻ്റെ പേപ്പറിൻ്റെ കോണിനനുസരിച്ച് ഫ്ലവർ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക. വെച്ച് കൊടുത്തതിന് ശേഷം നമ്മളിപ്പോൾ ചെയ്യുന്നത് ഇപ്പോൾ അതിൻ്റെ ഷേപ്പുകളൊക്കെ റെഡിയാക്കിയതിന് ശേഷം നമുക്ക് വൺ സൈഡിൽ നിന്ന് നമ്മൾ വലത് ഭാഗത്തുനിന്ന് ഒരു ആ ഭാഗം എടുക്കുക. ആ ഭാഗം ഇതേപോലെ ഒന്ന് മടക്കുക. അപ്പോൾ നമ്മൾ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മോഡലൊന്നും പോകുന്നത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഏത് സാധാരണക്കാരനും ഇതിനൊരു പാഷനുള്ള ഇഷ്ടമുള്ള ആൾക്ക് സിമ്പിളായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങണം. കോംപ്ലിക്കേറ്റഡ് ആയിട്ട് നമുക്ക് ചിന്തിക്കുന്ന സമയത്ത് അത്രയും ബുദ്ധിമുട്ടായിട്ട് നമ്മൾ നാളെ എന്നുള്ള രീതിയിൽ നമ്മൾ മാറ്റിവെക്കും. അപ്പോൾ നമ്മൾ ഇത് ഉപയോഗപ്പെടുത്താൻ സാധിക്കാത്ത രീതിയിലാവും. അതുകൊണ്ടാണ് വളരെ സിമ്പിളായ രീതിയിൽ ഇതേപോലെ നമുക്ക് ജസ്റ്റ് ഒരു എന്താണ് ഒന്ന് ഒരു ഭാഗത്തേക്ക് ഒന്ന് ഫോൾഡ് ചെയ്ത് വെക്കുക. അപ്പോൾ അത് നമ്മൾ തുടക്കത്തിലാണല്ലോ, നമ്മൾ കൈ ഒക്കെ ഫ്രീ ആയിട്ട് കിട്ടണമെങ്കിൽ അതിൻ്റെ മുകളിൽ ഒരു വെയിറ്റ് വെക്കുകയാണ്, അത് നിവർന്ന് പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇനി രണ്ടാമത്തെ സൈഡും അതേപോലെ നമ്മൾ വെക്കുന്നു. ഒരു സപ്പോർട്ടിന് വേണ്ടി നമ്മൾ അവിടെ ടേപ്പ് വെച്ച് കൊടുക്കുകയാണ്. ഇതിനായിട്ട് നമുക്ക് ഡബിൾ ടേപ്പോ, അതിൽ ഈ ഒരു ടേപ്പാണ് വളരെ ചെറിയ ഒരു എന്താണ് ഏത് സ്റ്റേഷനറി ഷോപ്പിലൊക്കെ കിട്ടുന്ന ഈ ഒരു ടേപ്പ് ഉപയോഗിക്കാം. സ്റ്റാൻഡ് ഉൾപ്പെടെയാവുന്ന സമയത്ത് വളരെ നല്ല രീതിയിൽ നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കും. പിന്നെ നമ്മൾ നോക്കേണ്ടത് ഇതിൻ്റെ ഒരു എന്താണ് ഒരു സൈസ് ആനുപാതികം. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് ഇത് ഇത്രയാണുള്ളത്, അതിൻ്റെ ഫ്രണ്ടിൽ എത്ര വരുന്നുണ്ട്, അതിൻ്റെ ബാക്കിൽ എത്ര വരുന്നുണ്ട്. ഇനി എവിടെയാണ് നമ്മൾ റിബണ് ടൈറ്റ് ചെയ്യേണ്ടതെന്നാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു മോഡൽ ഞാൻ എടുത്തിരിക്കുന്നത് നേരെ സെൻട്രൽ ഭാഗത്തായിട്ട് നമ്മൾ റിബൺ ടൈറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അത് അളന്ന് നോക്കി സെൻറ്ററാണ് ഈ കാണുന്നത്, ഇവിടെ ഒന്ന് എന്താക്കണം നമ്മൾ ടൈറ്റ് ചെയ്ത് വെച്ചു. ഫ്ലവർ ആവശ്യം പോലെ ഒന്നും കൂടി അഡ്ജസ്റ്റ് ചെയ്ത്, ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് ആണെങ്കിൽ ഫ്രഷ് ഫ്ലവേഴ്സ് ആണെങ്കിൽ നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇവിടെ നന്നായിട്ട് ആ ഭാഗം വളരെ നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ടേപ്പ് ഫുള്ളായിട്ട് ഒന്ന് ചുറ്റിയെടുക്കുക. ഇത് തുടക്കക്കാർക്ക് വളരെ നിർബന്ധമാണ്, അതല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച പോലുള്ള ഷേപ്പിലായി വരില്ല. അതുകൊണ്ട് തന്നെ നന്നായിട്ട് അത് ചെയ്തു. ഇനി നമുക്ക് ആവശ്യമുള്ള റിബണാണ്. എങ്ങനെയാണ് റിബണ് കെട്ടേണ്ടത് എന്നുള്ള വളരെ സിമ്പിളായ രീതിയിലാണ് നമ്മൾ റിബൺ അവിടെ ചെയ്യുന്നത്. അതിൻ്റെ ഒരു അളവൊക്കെ നമ്മൾ ആദ്യം തുടക്കക്കാരൻ നൽകുക. അതിൻ്റെ ഒരു സൈസും അളവൊക്കെ പറയുമ്പോഴാണല്ലോ അത് കൃത്യമായിട്ട് നമുക്ക് ഉപയോഗപ്പെടുത്താനും അത് നമുക്ക് പരിശീലിക്കാൻ സാധിക്കുക. അപ്പോൾ ഈ ഒരു സൈസിലെടുത്തു കട്ട് ചെയ്യുന്നു. നമ്മുടെ ഇതിന് ഈ ഒരു രൂപത്തിലുള്ള എന്താണ് റിബണുകൾ വെക്കുന്ന സമയത്ത് നമ്മുടെ സിസറും അതിനനുസരിച്ചുള്ള ഒരു ഷാർപ്പ്നർ ഒരു കട്ട് ചെയ്യാൻ സാധിക്കുന്ന രീതിയിൽ സിസർ എടുക്കുക. അതിനുശേഷം ഇതിൻ്റെ ഒരു ലെങ്ത് നോക്കുകയാണെങ്കിൽ ഓക്കെ 1 മീറ്റർ 100 സെൻറ്റിമീറ്റർ അല്ല 100 സെൻറ്റിമീറ്റർ 1-2 സെൻറ്റിമീറ്റർ അധികമുണ്ട്. നമുക്കൊരു 100 സെൻറ്റിമീറ്റർ 1 മീറ്റർ സൈസ് കൊണ്ട് ഇവിടെ ആ ഭാഗത്ത് തന്നെ എവിടെയാണോ നമ്മൾ ടേപ്പ് വെച്ചിരിക്കുന്നത് അവിടെ തന്നെ വളരെ ശ്രദ്ധയോടുകൂടി അതിൻ്റെ സെൻറ്റർ വരുന്ന ആ രൂപത്തിൽ ആദ്യത്തെ നോട്ട് നമ്മൾ ചെയ്യുക. ആദ്യം നമ്മൾ അവിടെ ഒരു കെട്ട് ഇട്ടതിന് ശേഷം ഇതേപോലെ ഒന്ന് ഇത് ഈ ഒരു ഭാഗം ഒന്ന് നിങ്ങളുടെ ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് ഇത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മുടെ വലത് ഭാഗം ഇടത് ഭാഗത്തിൻ്റെ ഉള്ളിലാക്കി ഒന്ന് വലിച്ച് ഒന്ന് ആവശ്യം പോലെ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള സൈസ് വെച്ച് ഒന്ന് അത് കൃത്യതപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ബൊക്കെ വളരെ സിമ്പിളായിട്ട് ഒരു 5 മിനിറ്റ് കൊണ്ട് നമ്മൾ വളരെ സ്ലോ ആയിട്ടാണ് ഇത് കാണിച്ചിരിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ എല്ലാവർക്കും ഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു 5 മിനിറ്റ് കൊണ്ട് ഈ ഒരു ബൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഈ 5 മിനിറ്റും ഒരു ബഞ്ച് ഫ്ലവറും ഒരു റാപ്പിംഗ് പേപ്പറും ഉണ്ടെങ്കിൽ നമുക്ക്
നമുക്കറിയാമല്ലോ ഇന്നത്തെ മാർക്കറ്റിൽ എത്ര രൂപക്ക് വിൽക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റാണ് ഇത് എന്നുള്ളത്. അപ്പോൾ ഈ ഒരു സാധ്യത നമ്മൾ കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തുക.